സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ ഒരു നായികയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെങ്കിൽ ആ നായിക ദേഹത്തുടരുതൻ്റെ അഭിനയിക്കാൻ വന്നാൽ നിങ്ങൾ അവിടെ 1.5 മീറ്റർ അപ്പുറത്തുനിന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ആ വേഷം നന്നാവില്ല. അത് നമ്മൾ നാടകത്തിൻ്റെ കുലപതികളെന്ന് പറയുന്നവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും വീട്ടിലൊരു ഭാര്യയും മദ്രാസിലൊരു ഭാര്യയും ഉണ്ടായിരുന്ന വലിയ നാടക കലാകാരനുള്ള നാടാണ്. ഷോൾഡറിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ. എന്നിട്ട് ഭരതനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ദേഹത്ത് ആവശ്യമില്ല പിടിക്കാൻ പറ്റില്ല. കേരളത്തിലെ മലയാളികൾ മുഴുവൻ ആണുങ്ങൾ ഇറങ്ങുന്നത് ബലാത്സംഗത്തിനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തോന്നൽ പറഞ്ഞത്. സിനിമയിൽ നമ്മൾ കാണുന്ന മാന്യന്മാരെന്ന് പറയുന്നവന്മാരാണ് എംബോക്കികൾ. മാലാപാർവതി പറഞ്ഞാൽ അതാണ്. അതായത് നിൻ്റെ ഷോൾഡറിൽ തയ്യൽ വിട്ടല്ലേ, ഞാൻ തെച്ചുതരാം, ഞാൻ സഹായിക്കാം എന്ന് പോടാ എന്ന് പറഞ്ഞാൽ അവിടെ തീരെ ഈ കേസ്. 40 ദിവസം പ്ലാൻ ചെയ്ത് 38 ദിവസം കൊണ്ട് തീർന്നേ. അപ്പോൾ ഈ നടൻ ബോറനാണ്, കഞ്ചാവ് അടിച്ച് അതിനകത്ത് പെണ്ണുങ്ങളെ. പക്ഷെ മറ്റൊരു പെൺകുട്ടിയും ഇതേ അഭിപ്രായം. അതൊക്കെ അതിനിയും പലതും വരും. പകലത്തെ സീന് രാത്രി എടുക്കാമെന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ അവർ വിട്ടുവീഴ്ച ചെയ്തത്? നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പമുള്ള അതിഥി ചലച്ചിത്ര സംവിധായകൻ ശാന്തിവിള ദിനേശാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലാപാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, മാലാപാർവതി പറയുന്ന സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർ ചോദിക്കും, അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറി ജീവിക്കാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾ ആർജിക്കണമെന്നാണ്. പുരുഷന്മാർ ചോദിക്കുന്നത് തെറ്റല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? മാലാപാർവതി പറഞ്ഞത് അങ്ങനെയല്ല. അതാണ് ആദ്യമായിട്ട് നിങ്ങളുടെ എനിക്ക് എതിർത്ത് പറയാനുള്ള കാര്യം. മാലാപാർവതി പറഞ്ഞത് അതിപ്പോൾ സിനിമയിലെന്നല്ല, ഇത് പലരും ഒളിച്ചു വയ്ക്കുന്നതാണെന്നേ. ഇപ്പോൾ നാടകത്തിൽ 2 ഭർത്താക്കന്മാരില്ലാത്ത ചുരുക്കം നടികളേ ഉള്ളൂ എനിക്കറിയാം. 2 ഭാര്യമാരും 3 ഭാര്യമാരില്ലാത്ത സംവിധായകരും നാടക നായകന്മാരും ഇല്ല, അതും എനിക്കറിയാം. അത് നമ്മൾ നാടകത്തിൻ്റെ കുലപതികളെന്ന് പറയുന്നവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും വീട്ടിലൊരു ഭാര്യയും മദ്രാസിലൊരു ഭാര്യയും ഉണ്ടായിരുന്ന വലിയ നാടക കലാകാരനുള്ള നാടാണ്. വീട്ടിലുള്ള ഭാര്യ മക്കളെ വളർത്താനും മറ്റേ മദ്രാസിലെ ഭാര്യ കൊണ്ടു നടക്കാൻ, അങ്ങനെ നമ്മൾ ഞെട്ടിപ്പോകുന്ന, പ്രത്യേകിച്ചും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നും കൊണ്ടു നടക്കാൻ പാടില്ലാത്ത രീതിയിൽ വഴിവിട്ട് നടന്ന നാടകക്കാരനിവിടെ ഉണ്ട്. ജീവിച്ച നാടാണ് നാടകം. അപ്പോൾ അത് കൂടുതൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ, പോട്ടെ, മരിച്ചവരെ പറ്റി കൂടുതൽ പറയണ്ട. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തെ നാടകക്കാരെടുക്കൂ, ഒരു നാടക മുതലാളി എടുത്തു നോക്കൂ. ആ നാടക മുതലാളിക്ക് വർഷാവർഷം നാടകത്തിൽ വരുന്ന ഏതെങ്കിലും ഒരുത്തിയായിട്ട് ബന്ധം കാണും. ഗതികേട് കൊണ്ടാണ് പലരും സമ്മതിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണെന്നൊക്കെ പറയും. ഇപ്പോഴും എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ നാടകം ഇല്ലല്ലോ. ഒരു കാലത്തെ നാടകത്തിൻ്റെ നിങ്ങൾ ആരെ എടുത്തു നോക്കിയാലും നാടക മുതലാളിക്ക് വീട്ടിലൊരു ഭാര്യയും നാടക വണ്ടിയിലൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അതുപോലെ നായകന്മാർക്കും ഉണ്ടായിരുന്നു. പല അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന പ്രവൃത്തിയാവില്ലേ? അതിൻ്റെ ഒരു ഇഷ്ടമെന്ന് ഞാൻ പറയുന്നില്ല, ചിലത് ഗതികേട് കൊണ്ടാണ്. ഒരു വർഷം ജീവിച്ചു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തിൻ്റെ വഴിയല്ലേന്നേ. ഇവനൊക്കെ പൈസ തരാൻ നിങ്ങളിപ്പൊള്ളണ്ടേ, അല്ലെങ്കിൽ പിരിച്ചു വിട്ടാൽ എന്ത് ചെയ്യുമെന്ന്, ഒരു വർഷം എന്ത് ചെയ്യും, പിള്ളേരെ പോറ്റണതൊക്കെ എന്ത് ചെയ്യും, ഭർത്താവ് ഉദ്യോഗസ്ഥന് ചിലവിന് കൊടുക്കണം, മനസ്സിലായോ? അതൊക്കെ ഒരുപാട് ദയനീയമായ കഥകളുണ്ട്. ഡോക്ടറേറ്റിന് പറ്റിയ വിഷയമാണ്. അതുപോട്ടെ, മാലാപാർവതി പറഞ്ഞത് അങ്ങനെയല്ല. സിനിമയിൽ ഇപ്പോൾ മോഹൻലാൽ ഒരു നായികയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെങ്കിൽ ആ നായിക ദേഹത്തുടരുതൻ്റെ അഭിനയിക്കാൻ വന്നാൽ നിങ്ങൾ അവിടെ 1.5 മീറ്റർ അപ്പുറത്തുനിന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ആ വേഷം നന്നാവില്ല. മോഹൻലാലിൻ്റെ കൂടെ നായികമാർ അഭിനയിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ഒരു ഭാര്യയും ഭർത്താക്കവും അല്ലെങ്കിൽ കാമുകനും കാമുകയാണെന്ന് തോന്നുന്നറിയോ, അത്രയും ഇൻറ്റിമസി ആയിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിനോട് ഇപ്പോൾ കേളി എന്ന് പറഞ്ഞ ഭരതൻ്റെ പടം നടക്കുമ്പോഴേ ജയറാം ചാർമിള എന്ന് പറഞ്ഞ നടിയുടെ ഷോൾഡറിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ. എന്നിട്ട് ഭരതനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ദേഹത്ത് ആവശ്യമില്ല പിടിക്കാൻ പറ്റില്ല. പിന്നെ ആ നായകൻ എങ്ങനെ ആ നായികയായിട്ട് കംഫർട്ടബിളായിട്ട് അഭിനയിക്കും കാമുകനായിട്ട്? നമുക്ക് കാമുകനും കാമുകനായിട്ട് അഭിനയിക്കില്ല, ഞാൻ മൂടിപ്പൊതിഞ്ഞേ അഭിനയിക്കുള്ളൂ, ആരും ദേഹത്തോടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിയിരിക്കണം. ഇതിനറിയില്ല, ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ ആ സ്ത്രീയുടെ ശരീരമാണ് സ്ത്രീ എന്ന് ചിന്തിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ ഈ രാവിലെ അടിച്ച് കുറിയിട്ട് ആണുങ്ങളെല്ലാം കേരളത്തിലെ മലയാളികൾ മുഴുവൻ ആണുങ്ങൾ ഇറങ്ങുന്നത് ബലാത്സംഗത്തിനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തോന്നൽ പറഞ്ഞത്. ഒരു സ്ത്രീയെ കണ്ട് ഞാൻ എൻ്റെ സഹോദരി, എനിക്ക് സഹോദരിമാരില്ല. എന്നെ 3.5 വയസ്സിൽ എൻ്റെ അനിയൻ 2.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയ ഒരു വിധവ വളർത്തിയ മകനാണ്. അതുകൊണ്ട് സ്ത്രീയുടെ വില എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് ചിലപ്പോൾ സ്ത്രീകളെ ഭോഗ വസ്തുവായി മാത്രം കാണുന്ന വളരെ ചെറിയ പക്ഷമേ ഉള്ളെന്ന് സിനിമയിൽ അങ്ങനെ കാണുന്നേ. നമ്മളിവിടെ മാന്യനെന്ന് കരുതുന്ന പലരുമാണ് അത്തരക്കാരന്മാർ. അതാണ് അതിൻ്റെ രസം. തെമ്മാടി കൂട്ടങ്ങളെന്ന് വിചാരിക്കുന്നവർ മാന്യനുമാണ് പെണ്ണുങ്ങളോട് പെരുമാറുന്നത്. ഞാൻ സിനിമയിൽ 40 വർഷം നിന്നുകൊണ്ട് പറയുകയാണ്, സിനിമയിൽ നമ്മൾ കാണുന്ന മാന്യന്മാരെന്ന് പറയുന്നവന്മാരാണ് എംബോക്കികൾ. എന്നാൽ നമ്മൾ ഒരു ബോർണായിരിക്കും എന്ന് വിചാരിക്കുന്ന പലരും മാന്യന്മാരാണ്. അപ്പോൾ മാലാപാർവതി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സിനിമയിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് കാമുകനും കാമുകയായിട്ട് വേശ്യയും അവളെ തേടി വരുന്ന പുരുഷനുമായിട്ടൊക്കെ പല ക്യാരക്ടറുകൾ ചെയ്യാനാണല്ലോ നമ്മൾ സിനിമയിൽ പോകണേ. ആ സിനിമാ സെറ്റിൽ ചെല്ലുമ്പോൾ വളരെ നിർദോഷമായ എന്നാൽ സെക്സിൻ്റെ ഫ്ലേവറുള്ള എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ
അതിനെ ഒരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോയി ഇരിക്കരുത്. അല്ലെങ്കിൽ അവനോടൊപ്പം പറഞ്ഞു വേണ്ട വേണ്ട കേട്ടോ, ഇത്തരം ഡയലോഗ് എൻ്റെ മുമ്പ് വെച്ച് പറയരുത് എന്ന് പറയണം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പല സെറ്റിലും ഇവിടുത്തെ വലിയ താരമാതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പല താരമാതാക്കളെ എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ അഭിനയിക്കുന്ന, എൻ്റെ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ അവരെ കൂടെ അഭിനയിക്കുന്ന നായകൻ, അവരുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിക്കുന്ന ആൾ പറയുന്ന സെക്സ് ഡയലോഗ് കേട്ടിട്ട് അവർ കൃത്യമായിട്ട് അതിൻ്റെ തിരിച്ച് സെക്സ് ഡയലോഗ് മറുപടി തിരിച്ച് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ട് പോയിട്ടുണ്ട്. അയ്യോ എന്തായി അവർ പറയണമെന്ന്. അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെ മനസ്സുകൾ കൊണ്ട് ഭയങ്കര അടുപ്പമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് ഞാനൊരു സ്കെയിൽ വെച്ച് ഈ സ്കെയിലിനപ്പുറമുള്ള ഡയലോഗ് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതിനപ്പുറം നിൽക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സത്യത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന് ഞാൻ പറയും. അഭിനയിക്കാൻ പോകരുത്. എനിക്ക് നിങ്ങളുടെ കോമഡി എന്ന് വെച്ചാൽ വളിച്ച കോമഡി എന്ന് കേൾക്കണം. മാലാപാർവതി പറഞ്ഞ ഈ പ്രസ്താവന വിൻസിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിന് അവർ പറഞ്ഞെന്താ, നിൻ്റെ ഷോൾഡറിൽ തയ്യൽ വിട്ടുമെങ്കിൽ ഞാൻ തച്ചേരാന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞാൽ നാണമുള്ളവനാണെങ്കിൽ ചേട്ടത്ത് അടിക്കുന്നതിനേക്കാളും ഫീലിംഗ് അല്ലേ പോടാന്ന് പറഞ്ഞാൽ. അതിലപ്പുറം എന്ത് തെറിവറായിരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് ഒരു പെണ്ണ് പോടാന്ന് പറഞ്ഞാലേ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? മാലാപാർവതി പറഞ്ഞാൽ അതാണ്. അതായത് നിൻ്റെ ഷോൾഡറിൽ തയ്യൽ വിട്ടല്ലേ, ഞാൻ തച്ചേരാം, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞാൽ അവിടെ തീരെ ഈ കേസ്. അല്ലെങ്കിൽ അവരവിടെ സെറ്റിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കണ്ടേ? ആ പടം 40 ദിവസം പ്ലാൻ ചെയ്ത പടം ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥത കൊണ്ട് 38 ദിവസം കൊണ്ട് തീർന്ന പടമാണ്. അവൻ ലഹരി ഉപയോഗിക്കുമെന്ന് അവൻ തന്നെ പറയുന്നു. പക്ഷേ അവൻ ഒരു സെറ്റിൽ തലവേദനയുള്ളവനല്ല. ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് അവൻ കോടി ചോദിക്കുന്നവനല്ല. കംഫർട്ടബിളാണ് എല്ലാ കാര്യത്തിലും. സെറ്റിൽ ഫുൾ ടൈം ആക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ ആരോ വിളിച്ചപ്പോൾ എൻ്റെ പറയാണ്, ദിനേശ് നമ്മൾ ഈ വാതിൽ കൂടെ കയറിപ്പോൾ അവൻ ഇതിൽ തൂങ്ങി മോളിൽ കൂടെ ഉള്ളിലല്ല. അവൻ്റെ ഒരു ക്യാരക്ടറാണ്. നടക്കാൻ പോലും അവന് നേരെ സാധാരണക്കാർ നടക്കുമ്പോൾ നടക്കില്ല, ചാടിയേ പോവുള്ളൂ. അത് ചിലരുടെ ചിലരുണ്ടല്ലേ ഭൂമിക്ക് നോവാതെ നടന്നു പോണേ. ഇതങ്ങനെയല്ല. അവൻ എല്ലാത്തിലും ആക്റ്റീവാണ്. പക്ഷേ സെറ്റിൽ ഒരു തലവേദനയില്ല, ആരോടും ഉടക്കിയില്ല, സമയത്തിന് കൃത്യമായിട്ട് സെറ്റിൽ വരും. സീൻ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നോട് പറഞ്ഞത്, 41ാമത്തെ സീൻ എടുക്കണമെങ്കിൽ 40ഉം 42ഉം പറഞ്ഞു കൊടുക്കണം. സ്ട്രിക്റ്റായിട്ട് അവൻ ചോദിക്കും 40 എന്താണ്, 42 എന്താണ് എന്ന് പറഞ്ഞിട്ട് അവൻ 40 അഭിനയിക്കുള്ളൂ, 41 അഭിനയിക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ആ അഭിനയത്തോട് ഭയങ്കര കമ്മിറ്റുള്ള, അഭിനയത്തോട് മാത്രമല്ലെന്നേ പ്രൊഡ്യൂസറോട്. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് ഇവിടെ 100-150 ദിവസം ഓരോരുത്തന്മാർ ഷൂട്ട് ചെയ്യും. പകലെടുക്കാനുള്ള ഒരു സീന് രാത്രി 12 മണിക്ക് എടുക്കാമെന്ന് പറയുന്ന എംബോക്കികളുള്ള നാട്ടിൽ 40 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് മലയാള സിനിമ ഇപ്പോഴും 40 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഇവൻ്റെ പടം ഈ പറയുന്ന ഇപ്പോൾ സൂത്രവാക്യം 40 ദിവസം പ്ലാൻ ചെയ്ത് 38 ദിവസം കൊണ്ട് തീർന്നേ. അപ്പോൾ ഈ നടൻ ബോറനാണ്, കഞ്ചാവ് ഓടിച്ച് അതിനകത്ത് പെണ്ണുങ്ങളെ. പക്ഷെ മറ്റൊരു പെൺകുട്ടിയും ഇതേ അഭിപ്രായം. അതൊക്കെ അതിനിയും പലതും വരും. അതിൻ്റെയൊക്കെ ആ ശരീരഭാഷ നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയെങ്കിലും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ കേട്ടവളൊക്കെ കഴിഞ്ഞ 3-4 മാസം എവിടെയായിരുന്നു? ഇപ്പോൾ ഈ വിൻസി പറഞ്ഞപ്പോഴാണല്ലോ അടുത്തത് ഇറങ്ങണേ. ഇങ്ങനെ പലതും മാളത്തിൽ നിന്ന് ഇറങ്ങും. കാരണം ഞാനിങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി പലതും പറയും. അതൊന്നും നമ്മൾ കാര്യമാക്കരുതെന്ന് ഞാൻ പറയും. അയാൾ ഇങ്ങനെ പറഞ്ഞു നോക്കില്ല. പക്ഷേ അയാൾ എന്നാലും ഞാൻ പറയുന്നു, അവളുടെ തുണി എന്തിനാ. പക്ഷേ ഇവിടെ നമ്മൾ ഒളിച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ടെന്നേ. ഇവർ പൊന്നാനിയിൽ വർഷങ്ങളോളം 2 ഫാമിലിയും ഒരു മതിലിൻ്റെ അപ്പുറം ജീവിച്ചവരാണെന്നേ. അപ്പോൾ പൊടി വിളിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ എവളെ എടുത്തുകൊണ്ട് നടന്നവനായിരിക്കും അവൻ. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവന് കാണും. പക്ഷേ ഞാനൊരു വലിയ നടിയായതുകൊണ്ട് ഞാനിപ്പം വലിയ ഉത്തമ ഗിരിശൃംഗത്തിലിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ പണ്ടത്തെ പൊന്നാനിക്കാരിയായിട്ട് കാണരുതെന്ന് ചിലപ്പോൾ ആ കുട്ടിക്ക് കാണും. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇതിൽ. പിന്നെ ഇൻ്റർണൽ കമ്മിറ്റി ഉണ്ടല്ലോ, IC ഉണ്ടല്ലോ. ആ ICയിൽ അന്ന് പരാതി പറയണ്ടേ? പ്രൊഡ്യൂസർ പറയുന്നു IC ഒക്കെ എഫക്റ്റീവ് ആണ്. ഇപ്പോൾ സാന്ദ്ര തോമസ് ഒക്കെ നിരവധി കാര്യങ്ങൾ. ഞാൻ ആ പേര് പറയില്ല, കാരണം ഞാനിപ്പോൾ അതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ പേരിൽ എന്നോട് നല്ല ബന്ധമായിരുന്നതാണ്. അവർ സംഘടനയ്ക്കകത്ത് നിന്ന് പോരാടാതെ, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ്, നിങ്ങൾ സംഘടനയെ വിമർശിച്ച് പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്, അതിനകത്ത് നിന്ന് പോരാടണം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനൊരു ഇഷ്യൂ ഉണ്ടായി, മാക്ടിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് പോയി. ഞാൻ അതിനകത്ത് നിന്ന് പോരാടേണ്ടവനായിരുന്നു എന്നൊക്കെ വ്യക്തമായും പറയുന്ന ആളായിരുന്നു. കൂടെ എന്നെ വിളിക്കുമായിരുന്നു. അവർ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചുമ്മാ ബഹളം ഉണ്ടാക്കുമ്പോൾ, അങ്ങനെ ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ പേര് കേസ് കൊടുത്തേക്കണേ. മനസ്സിലായില്ല? അതുകൊണ്ട് അവരെയൊക്കെ വിട്. പക്ഷെ ഞാൻ ഈ പറയുന്നത്, ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അനാവശ്യമായി ഇത്തരം ഡയലോഗ് അടിക്കുകയോ ബാക്കിയകത്ത് നിന്ന് വെള്ളപ്പൊടി വരികയോ ചെയ്താൽ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ ഇനി അഭിനയിക്കണമെങ്കിൽ ഇയാളൊന്നീ മര്യാദയ്ക്ക് സെറ്റ് ചെയ്യിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മാറുകയാണ്, അല്ലെങ്കിൽ ഇയാളെ മാറ്റണം എന്ന് പറയണ്ടേ? പടം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇൻ്റർണൽ കമ്മിറ്റിക്കും പരാതി കൊടുക്കാതെ, സിനിമാ സംഘടനകൾക്കും പരാതി കൊടുക്കാതെ, പോലീസിനും പരാതി കൊടുക്കാതെ, ഒരു പള്ളിയിൽ ചെന്ന്, ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചെന്ന്, ലഹരിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ചെന്നിടത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ അടിച്ചത്.
അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ പറയുക നിലനിൽക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരാതിയില്ല. അവൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പോലീസിന് പരാതി കൊടുക്കില്ല. എം പി രാജേഷ് പഠിച്ച പണി പണ്ട് നോക്കിയിട്ടും പരാതി കൊടുത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഈ മാലാപാർവതിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആലോചിക്കണം. മാലാപാർവതി കേരളം കണ്ട ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റുകളിൽ 10 പേരെ എടുത്ത് അതിൽ ഒന്നാമത് നിൽക്കുന്ന ആളിൻ്റെ മകളാണ്. 2 സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വലിയൊരു മനുഷ്യൻ്റെ മകളാണ്. അപ്പോൾ അവർക്ക് മാലാപാർവതിക്ക് ഓടാന്ന് പറയാനുള്ള അല്ല അവർക്ക് അതിനുള്ള പവറുണ്ട്. ഇങ്ങനെ ഷോൾഡറിൽ മാലാപാർവതിയുടെ ബട്ടൺ ഞാൻ തച്ചിരാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാനുള്ള പവറുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു വശം. മാലാപാർവതി ആവാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷേ മാലാപാർവതി ഇങ്ങനെ ഒരു വാചകം അടിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള എന്തെല്ലാം കേസ് കെട്ടുകൾ ഇറങ്ങിയിരിക്കുന്നതെന്നറിയാം മാലാപാർവതിയെ. ഞാൻ ആ സ്ത്രീയെ പുച്ഛിക്കുന്നു. ആ സ്ത്രീയെ എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. എവരെയൊക്കെ ബഹുമാനം വല്ല മാലാപാർവതിക്ക് വേണം. എനിക്ക് പരിചയമൊന്നുമില്ല മാലാപാർവതി, പക്ഷേ പരിചയമുള്ളവരാണ് ഈ വാചകം അടിക്കണത്. എനിക്ക് അവരുടെ ചരിത്രം മുഴുവൻ അറിയാമെന്നുള്ളതുകൊണ്ട് മാലാപാർവതി വിമർശിക്കാൻ പറ്റിയ ബാച്ചുകളാണ് മാലാപാർവതിക്ക് നേരെ ഇറങ്ങിയത്. പക്ഷേ മാലാപാർവതി പറഞ്ഞത്, മാലാപാർവതി ആലോചിക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞതാണ്. അതായത് എല്ലാവർക്കും മാലാപാർവതി ആവാൻ കഴിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സീരിയലിൻ്റെ സെറ്റിൽ എൻ്റെ സീരിയലിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന ആളും നായകനായിട്ട് അവരുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആളും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് കാര്യങ്ങൾ പറഞ്ഞ് തമാശ അടിക്കും. ഇനിയിപ്പോൾ എന്തിന് വൈകുന്നേരം ഒരുപാട് സമയമായില്ല, ഇനി അങ്ങ് വീട്ടിൽ പോകണമെന്ന്, നാളെ ഇങ്ങോട്ടല്ലേ വരാം, നമുക്ക് 2 വട്ടം ഒരിടത്ത് പോയാലോ, ഇനി നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം അവർ ചോദിക്കുക. നല്ല പയ്യന്മാർ കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കാം, ഈ ഒന്നിനും കൊള്ളാത്ത നിങ്ങളാണോ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഇവർ ഗീവ് ആൻഡ് ടേക്ക് പറയണ കേൾക്കുമ്പോഴേ പിറ്റേ ദിവസത്തെ ആ സീനിൽ അത് ഭയങ്കര സുഖമോ കംഫർട്ടബിളാവും. നമുക്ക് മനസ്സിലാകാം, നന്നായിട്ട് സീൻ നന്നാവും ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളെന്നെ ദേഹത്തോടരുതേ. അല്ല, ഈ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കാൻ അശ്ലീലം വേണമെന്നാണോ ചേട്ടൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അശ്ലീലം അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് അശ്ലീലം അല്ലല്ലോ. അവർ 2 പേര് പറയുന്നത് എല്ലാവരും കേൾക്കേണ്ട പറഞ്ഞത് ഒളിച്ചല്ല. അതുപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞതേ, ആ പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കോർണറിൽ നിന്നിട്ട് ഞാൻ വരാം തുണി തച്ചുതരാം എന്ന് പറഞ്ഞെങ്കിൽ തെറ്റാണ്. അതിന് വേറൊരു അർത്ഥമുണ്ട്. അവൻ പരസ്യമായിട്ട് എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ചാണ് പറഞ്ഞത്. നിനക്കാണെങ്കിൽ ഞാൻ തച്ചുതരാടി എന്ന് പറഞ്ഞാലേ അതിനെ നമ്മൾ അങ്ങനെ അത്രയും കാണാൻ പറ്റാത്തവർ ഇതിന് ഇറങ്ങരുതെന്നേ. അത്രയും പറ്റാത്തവർക്ക് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അയ്യോ നമുക്ക് പറ്റിയ ഫീൽഡല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഞാൻ കേട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇത്തരം ഡയലോഗുകളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. സ്ത്രീ വിരുദ്ധതയും ഞാൻ പറയില്ല. തിരുവനന്തപുരത്തെ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് കന്യാകുമാരിയിൽ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന തമ്പാനിൽ നിന്ന് പോകുന്ന കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിങ്ങളൊന്ന് കയറി യാത്ര ചെയ്തു. അത് അവർ ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്. അല്ല, ഇതും അങ്ങനെ. ഈ കൂടെ നമ്മളോട് വന്ന് അയാളാണ് നായകൻ, ഞാൻ ഇല്ല കേട്ടോ ഒന്ന് പറയണ്ടേ. നിങ്ങളെല്ലാം കൂടെ പറയരുതേ. പണ്ടൊരു ഇവിടെ ഒരു മഹതി പറഞ്ഞില്ലേ, ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയപ്പോൾ കണ്ടോ, ആ അധമൻ്റെ പടം ഞാൻ കാണില്ല, ഇല്ല ഞാൻ കാണൂല. അപ്പം ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കാം മനോരമയുടെ ചാനലിൽ. അപ്പോൾ എന്നോട് അവതാരം ചോദിച്ചു, ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞു. അവൻ എനിക്കൊന്നും പറയാനില്ല, അവർ പറഞ്ഞത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ആ പടം കാണില്ല. പക്ഷേ അവർ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു. ആ പടത്തിൽ എല്ലാം കൂടെ 100 110 സ്ഥലത്ത് മോനെ ദിലീപിനെ വിളിക്കുന്നുണ്ട്. ആ രാധികയ്ക്ക് ശബ്ദം കൊടുത്ത മഹതിയാണ് ഈ പറയണത്. 1,35,000 രൂപ വാങ്ങിച്ചിട്ടാണ് പറയണത് ആ അധമൻ്റെ പടം കാണില്ല എന്ന്. എന്നാൽ ഈ അധമൻ്റെ പടം ഞാൻ ഡബിയില്ല എന്ന് പറയണ്ടേ. കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്യരുത്. ഇതിലും അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ, വിൻസി നമ്മളൊരു പടം തുടങ്ങുന്നു, സൂത്രവാക്യം, ഓക്കെ, ആരാ നായകൻ? അത് ഷൈൻ ടോം ചാക്കോയാണ്. ഞാൻ പട്ടണ ഇടുന്നാലും അയാളുടെ അഭിനയിക്കില്ല എന്ന് പറയണ്ടേ. അത് ചെയ്യാതെ ആ സെറ്റിൽ ചെന്നിട്ട് അഭിനയിച്ച് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പള്ളിയിലെ സമ്മേളനത്തിൽ ചെന്ന് അടിക്കുക, അതിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ ചർച്ചയോട് ചർച്ച. അതിന് ഞാൻ പറയുന്നത്, ഞാൻ മാലാപാർവതിയുടെ പക്ഷേ നിൽക്കും. അല്ല, അങ്ങനെ പുരുഷന്മാരെ പേടിച്ച് ജോലി സ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് സ്ത്രീകൾ. കുരയ്ക്കയും പാലാട്ടിയും ഒന്നിച്ച് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവൻ്റെ നായികയായിട്ട് അഭിനയിക്കുകയും വേണം. അവൻ്റെ നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ തോന്നിയ ദിവസം നമ്മൾ സഹിക്കണമെന്ന് വേണ്ട. നിങ്ങൾ തോന്നിയ ദിവസം അല്ലല്ലോ, നിങ്ങൾക്ക് തോന്നിയ ദിവസം എന്ന് പറയുന്നത്, നിങ്ങൾ തോന്നിയ ദിവസം എന്ന് പറയുന്നത് എന്തൊക്കെ അർത്ഥത്തിലാണ്? അത് പറ, എന്തർത്ഥത്തില്ല? ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് തോന്നിയ ദിവസമല്ലേ? അവരൊരു രാവിലെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാത്തത് ഇത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, അതിനപ്പുറം സംസാരിക്കരുതെന്ന് ആദ്യം ഗൈഡിലൈൻ എഴുതി കൊടുക്കണം. ആവശ്യമില്ലാത്തതാണോ ആവശ്യമുള്ളതാണോ എന്ന് ആരാ തീരുമാനിക്കണേ? ആ സെറ്റിലുള്ള വേറെ ആർക്കും കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയില്ല. ഒരു പെൺകുട്ടി കൂടി പരാതി. അതെ, അത് വിടന്നേ. ഇത് കണ്ടോണ്ട് ഞാനും അതിലുണ്ടായിരുന്നു, ജീവിച്ചിരുന്നു അറിയാൻ വേണ്ടി ചെയ്യുന്നില്ല. അതിനൊന്ന് ആരെങ്കിലും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇനി ഷൈനെ അഭിനയിപ്പിക്കാനുള്ള സാധ്യത ഇല്ലാത്ത തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും നല്ല ഒരു നടൻ, ഒരു സെറ്റിലൊന്നും പ്രശ്നം ഉണ്ടാക്കാത്തൊരു നടൻ, അദ്ദേഹത്തെ അഭിനയിക്കാൻ കഴിയില്ലെന്നൊരു നിലപാടെടുക്കുന്ന ശരി. അങ്ങനെ നിലപാടെടുക്കുക ആർക്കാ അവകാശമുള്ളത്? ഞാൻ കേട്ടോ, അങ്ങനെ നിലപാടെടുക്കുക എന്താ യോഗ്യതയുണ്ട്? എങ്കിൽ ഒരു ശ്രീനാഥ് വാസി അഭിനയിപ്പിക്കില്ല എന്ന് പറയാത്ത എന്താ? പകലത്തെ സീന് രാത്രി എടുക്കാമെന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ അവർ വിട്ടുവീഴ്ച ചെയ്തേ?
നിങ്ങൾ അതിൽ ഇത് ആളെളുപ്പമാണെന്ന് ഇവൻ ആരും ഇല്ലേ, ഒരു പാവം വാവളം തന്നെ ചെറുക്കനാണ്, അതുകൊണ്ട് അവൻ്റെ കുതിര കയറുന്നതാണ്. നിങ്ങളെന്താ അങ്ങനെ എടുക്കാത്തേ? നിങ്ങളുടെ സെറ്റിൽ ഇന്നലെ എന്നെ ആരോ വിളിച്ചൊരു ആൾ പറഞ്ഞാണ്, ഒരു ഷൂട്ട് സെറ്റിൽ ശ്രീനാഥ് ബാസി എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ തീർന്നിട്ടില്ല, അതിനു മുമ്പേ ഒരു ഫോൺ വന്നപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി, ഒരു കാറ് കയറിപ്പോയി. പിന്നെ അവനെ കാണാനില്ല. അന്വേഷിച്ച് പറഞ്ഞ് മലേഷ്യ നിൽക്കണം. ഇവിടെ ഷൂട്ട് നടക്കുക, എടുത്തുകൊണ്ടിരുന്ന സീനിൽ 10-100 ക്രൂ നിൽക്കുന്നു, നായകനും കൂടെ അഭിനയിക്കുന്ന നായികമാരും അമ്മയും അച്ഛനും ഒക്കെ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീനിൻ്റെ പകുതിയിൽ ഇട്ടിട്ട് അവൻ മലേഷ്യയിൽ പോയി. കാരണം അവിടെ മറ്റേ വലിക്കുന്നത് വില കുറച്ച് കിട്ടും, അതിൻ്റെ എന്തോ ഒരു വിളി വന്നതാണ്. നിങ്ങൾക്കപ്പോൾ അവനെ ബാൻ ചെയ്യണ്ടേ? ഷൈൻ ടോം ചാക്കോ ഒരു എളുപ്പമുള്ളതുകൊണ്ട് ഒരു പാവം ചെറുക്കനായതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണേ. ഒരു ചെറുക്കൻ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് മുങ്ങിപ്പോയിട്ടേ അമ്മയെ കാവലും കൊണ്ട് വന്നിട്ട് മുങ്ങിപ്പോയിട്ട് കണ്ടിന്യൂറ്റി മുടി മുറിച്ച് കളഞ്ഞു. എന്നിട്ട് അവൻ ചോദിച്ചു, മുടിയല്ലേ മുറിച്ചുള്ളൂ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ അവന് വിട്ടുവീഴ്ച ചെയ്തല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾ ആളെളുപ്പമാണെന്ന്, ഈ സംഘടനകളെല്ലാം ഇവ ഒരു പാവമാണെന്ന് മനസ്സിലായി. അവർ പാവമാണ്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പരിചയമില്ല കേട്ടോ, ഈ പറയുന്ന ഒരുത്തനി, ഈ ഓച്ചന്മാരെ ഒരുത്തനി എനിക്ക് പരിചയമില്ല. പക്ഷേ അതിൽ ഭേദപ്പെട്ടവനെന്ന് പറയുന്നവനെ തന്നെ ബാൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. സംഘടനകൾ ഭേദപ്പെട്ടവനായതുകൊണ്ട് എന്നാൽ ഇവനെ ബാൻ ചെയ്യാം. കാരണം ഇവനാകുമ്പം ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. മറ്റവനെയൊക്കെ ആകുമ്പം വേറെ ആളുകൾ വിളിച്ച് ചോദിക്കും, ഡേയ് അവനെ ബാൻ ചെയ്യുമോ, നീ വിവരം അറിയും എന്ന് പറയാൻ ആളുണ്ട്. ഇവനതില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണം. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും FFK തമ്മിൽ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂവിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? എനിക്കറിയില്ല. ഞാൻ ഈ പോലീസ് അസോസിയേഷനിലും FFKയിലൊന്നും ഇല്ലല്ലോ. പക്ഷേ റോളിൽ പോണ കണ്ടപ്പോൾ എനിക്ക് കോമഡി തോന്നി. കാരണം ശശി അയ്യഞ്ചിറ എന്ന് പറഞ്ഞൊരു പഴയ പ്രൊഡ്യൂസർ, അയാൾക്ക് ഒരു വാർത്തയിൽ പ്രാധാന്യം കിട്ടാനായിരിക്കും. അദ്ദേഹം പറയുകയാണ്, FFKയുടെ ഓഫീസിൽ നിരങ്ങേണ്ട ഗതികേടൊന്നും പോലീസ് അസോസിയേഷൻ്റെ ഓഫീസിനില്ലാന്ന്. മുമ്പൊരിക്കൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ എന്തോ തീരുമാനം എടുക്കാൻ ഉണ്ണികൃഷ്ണൻ വന്നവൻ പറഞ്ഞു, അയാൾ FFKയുടെ ആളെന്തിന് പോലീസ് അസോസിയേഷൻ്റെ ഓഫീസിൽ കിടന്നിറങ്ങണം. ഇതൊക്കെ സംഘടനകളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. അത് അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിൽ ഇപ്പോൾ രാകേഷാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി, ആൻഡോ ജോസഫാണ് അതിൻ്റെ പ്രസിഡൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അവരൊക്കെ നല്ല ഫ്ലെക്സിബിളാണ്, ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങലുകളുള്ള നന്നായിട്ട് സഹകരിക്കുന്നവരാണ്. എനിക്ക് രാകേഷിൻ്റെ വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട്, ആൻഡോ ജോസഫുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പുറത്ത് FFKയുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈഗോ ഉണ്ടെങ്കിൽ വിചാരിക്കും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അല്ല മറ്റ് രാജ്യങ്ങളുടെ ഹൈക്കമ്മീഷണർമാരെ ഇന്ത്യ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ FFKയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട്, രാകേഷേ എൻ്റെ ഓഫീസിലേക്ക് വരണം, അങ്ങനെയൊന്നും പറയുന്ന ആളൊന്നുമല്ല ഉണ്ണികൃഷ്ണേ. അങ്ങനെ വിളിച്ചാൽ പോകുന്ന ആളുമല്ല രാകേഷ്. ഇതങ്ങനെയല്ലെന്നേ. ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ രാകേഷ് അതിൽ പോയപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ നേതാവെന്നുള്ള നിലയ്ക്ക് ഉണ്ണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറിയതായിരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കംഫർട്ടബിളല്ല, എനിക്ക് വണ്ടിയില്ല, രാകേഷേ ഇങ്ങോട്ട് വരുമോ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അതിലെന്ത് തെറ്റെന്നേ? ഇന്നലത്തെ റോളിംഗ് എന്ന് പറഞ്ഞാൽ ശശി അയ്യഞ്ചിറ ചോദിക്കുന്നതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ B ടീമല്ല, മറ്റേ FFKയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്തോ വോയിസ് മെസ്സേജൊക്കെ പറക്കുന്നു എന്നൊക്കെ പറയുന്നത്, അത് ഇന്നലെ കൊണ്ടങ്ങ് തീർന്നത്. അത് ചാവിള്ളയാണ്. ഒന്നാമത് നമ്മൾ ഈ പുൽവാമയിലെ പ്രശ്നമൊക്കെ നടക്കണോണ്ട് ഇതൊന്നും ഈ ഐറ്റം ഒന്നും എടുക്കൂലെന്നേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെറുതെ ഒരു ഈഗോ ക്ലാഷുകളാണ്. അത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കില്ല, പുറത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സീറ്റിൽ വേറൊരാളിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതൊന്നും ഒരു ഇഷ്യൂ ഒന്നുമല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും FFKയും തമ്മിലുള്ള പ്രശ്നം താൽക്കാലികം മാത്രമാണെന്നും അങ്ങനെ ഒരു പ്രശ്നം തന്നെ നിലവിലുണ്ടോ എന്നറിയില്ല എന്നുമാണ് ശാന്തിവിള പറഞ്ഞു വെക്കുന്നത്.